ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. എനിക്ക് ഭയങ്കര എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് നൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്നാലും ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്നത്തെ ദിവസം ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. 180 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 43 ദിവസം സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. എനിക്ക് ഭയങ്കര ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട്. ഇന്ന് ഞാൻ എൻ്റെ സിബ്ലിങ്സിനോട് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത്, കുറേ നേരം അവരോട് കളിച്ച്, കുറേ നേരം അവരുടെ അടുത്ത് ഡീപ്പായിട്ട് കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടിയ, ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ച ദിവസമാണ് ഇന്ന്. അതുപോലെ ഞാൻ ഇന്ന് എനിക്ക് കൊടുത്ത ടാസ്കുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 2-3 മിസ് ചെയ്തു, പക്ഷെ നാളെ നമ്മളതും കംപ്ലീറ്റ് ചെയ്യും. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ ഓരോ ദിവസവും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് കൂട്ടാവുന്നുണ്ട്, കണക്റ്റ് ആവുന്നുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്ര കാലം ഇല്ലാതിരുന്നതൊരു മൂമെൻ്റാണ്. പക്ഷെ കഴിഞ്ഞ 43 ദിവസമായിട്ട് നല്ലൊരു മൂമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷവും സമാധാനമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഇമോഷൻസും ഒരുപാട് കാര്യങ്ങൾ വന്നു പോകുന്നുണ്ട്. എന്നാലൊന്നും ഞാൻ എൻ്റെ ടാസ്കുകളൊന്നും മുടക്കാറില്ല. എനിക്ക് കൊടുക്കുന്ന പ്രോമിസുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. കുറേയും കൂടി ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വേർഷനായി വരുന്നുണ്ട് ഞാനിപ്പോൾ. എനിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും റെഡിയായി വരും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുക. നമുക്ക് ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുക്കുക. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് കൊടുക്കുന്ന ടാസ്കുകൾ നമ്മൾ കറക്റ്റ് ചെയ്യുക. നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുക, നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് നമ്മളാണ്. നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്ത്, നമ്മുടെ സ്കിൽസ് ബിൽഡ് ചെയ്ത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത്, നമ്മൾ എക്സ്പ്രസ് ചെയ്ത്, ഒത്തൻറ്റിക്കായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് ജീവിക്കുക. നമ്മൾ ഒരിക്കലും മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ ഹൈഡ് ചെയ്ത് ഇങ്ങനെ നമുക്ക് കഴിവില്ല എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊന്നും ജീവിക്കേണ്ട കാര്യമില്ല. നമുക്ക് ലൈഫിൽ പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളൊക്കെ വരും. പക്ഷേ നമ്മൾ അതിനെ കാണുന്ന രീതി ഒന്ന് ചേഞ്ച് ചെയ്താൽ നമ്മുടെ ലൈഫിൽ കുറേ മാറ്റം വരും. അത് നമുക്ക് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് തരും തോന്നുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ എടുത്ത് നോക്കുമ്പോൾ ആദ്യം ഞാൻ എന്നെ തന്നെ കണ്ടുകൊണ്ടിരുന്നത്, എൻ്റെ ഒരു സെൽഫ് ഇമേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാവമാണ്, ഒരു കഴിവുമില്ല, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതായിരുന്നു എൻ്റെ റിയാലിറ്റി ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ എന്നോട് പറയുന്ന സ്റ്റോറി ചേഞ്ച് ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഒരു നല്ല ചലഞ്ചായിട്ടാണ് കാണുന്നത്. എനിക്ക് വളരാനുള്ള അവസരങ്ങളായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനത് അയ്യോ എനിക്ക് എൻ്റെ വിധിയാണ്, എന്തൊരു കഷ്ടമാണ്, ഞാൻ പാവമല്ലേ, എനിക്ക് മാത്രം എന്താ വരുന്നതെന്നാണ് ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ഇരിക്കുമായിരുന്നു. പക്ഷെ അതേ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വളരാനുള്ള അവസരമാണ്, എനിക്ക് നല്ല ലെസൺസ് ആണ്. എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ തന്നെ എൻ്റെ ഗ്രോത്ത് ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. എൻ്റെ സിസ്റ്ററായിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു എനിക്കിന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, 3-4 വർഷം മുന്നേ നിനക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം, വീഡിയോ ചെയ്യണം എന്നൊക്കെ നീ പറയായിരുന്നു. പക്ഷെ നിൻ്റെ അടുത്ത് ആൾക്കാർക്ക് ചോദിക്കും എപ്പോഴാണ് ചെയ്യുന്നത്, നിനക്ക് എന്താ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ഭയങ്കര അൺകംഫർട്ടബിൾ ആവുമായിരുന്നു, ഭയങ്കര പേടി വരുമായിരുന്നു. പിന്നെ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ വന്നിട്ട് നീ ഒരുപാട് ഡൗട്ടും ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് നടക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നീ ബ്രേക്ക് ചെയ്തിട്ട് നീ വീഡിയോ ചെയ്യാൻ തുടങ്ങി, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിനക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ ചെയ്യാൻ തുടങ്ങി, നിനക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നു, ഓക്കെ എന്തൊക്കെ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, എനിക്കിവിടെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. ചുറ്റുമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. എല്ലാവരും വിചാരിക്കുമ്പോൾ ചാനലൊന്നും വലുതായിട്ട് വളർന്നിട്ടില്ലല്ലോ, അല്ലെങ്കിൽ നിൻ്റെ വീഡിയോ ഒക്കെ അത്ര ക്വാളിറ്റി ഇല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് ഫിയേഴ്സ് ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ. ഒരുപാട് ധൈര്യം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറ്റി വെച്ചിട്ടും പല കാര്യം ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ ലൈഫിലൊരു പ്രശ്നം വരുമ്പോണ്ടല്ലോ, ഞാനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അടുത്ത പ്രശ്നം കണ്ടുപിടിച്ച് വിഷമിച്ച് ഒരു വിക്ടിം മൈൻഡ് സെറ്റ് ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഓരോ പ്രശ്നം വരുമ്പോൾ അതെനിക്ക് വളരാനുള്ള അവസരമാണ്, നല്ല ചലഞ്ചായിട്ടാണ് കാണുന്നത്. ജസ്റ്റ് എൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കാണാനുണ്ട്. എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ലെസൺസ് ആയിട്ടാണ് എടുക്കുന്നത്. ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്,
നിങ്ങളുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക. നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ കീപ്പ് ചെയ്യുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ വിശ്വസിക്കുക. എൻ്റെ മെൻറ്റർ ഇപ്പോൾ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്, നീ ഒരു വിത്ത് അടിക്കുമ്പോൾ തന്നെ അതിൽ വൃക്ഷത്തെ കാണാൻ പഠിക്കണം എന്നുള്ളത്. നമ്മൾ എപ്പോഴും നമ്മളെ വിശ്വസിക്കണം. നമുക്കൊരു ഡ്രീമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർ പറയുമായിരിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും, ഇമ്പോസിബിളായിട്ട് തോന്നും. പക്ഷേ നമ്മൾ നമ്മളെ വിശ്വസിക്കണം. നമുക്കുള്ള കാര്യങ്ങൾ വെച്ച് തുടങ്ങാം, നിങ്ങൾക്ക് ഉള്ള റിസോഴ്സ് വെച്ച് തുടങ്ങാം. നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളെ ചേർത്ത് പിടിക്കുക. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക, മാറാൻ തയ്യാറാവുക. നിങ്ങളുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെയിലി ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യുക. കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണിത്. പക്ഷേ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ചെയ്യുമ്പോൾ അത് എഫേർട്ട്ലെസ് ആയി മാറും. നിങ്ങൾ അൺകംഫർട്ടബിൾ ആവാൻ തയ്യാറാവുക, നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് വരിക, നിങ്ങൾ ജീവിക്കുക. നമ്മളെല്ലാവരും ഒരു തവണ ഇവിടെ ജീവിക്കത്തുള്ളൂ. നമ്മളൊക്കെ മരിച്ചോ, എപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും ഒന്നും നമുക്കറിയില്ല, എത്ര ടൈം നമുക്കുണ്ടെന്നും അറിയില്ല. ഉള്ള സമയം നമ്മുടെ ബെസ്റ്റ് ഇവിടെ കൊടുക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മളെ സ്നേഹിക്കുക, ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് നമ്മളാണ്. നമുക്കുണ്ടല്ലോ, നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമുക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ഒരു ബെസ്റ്റ് സെൽഫ് ആവുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മളെ തന്നെ ഹീൽ ചെയ്യുക, നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കുക, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. അതുപോലെ ചുറ്റുമുള്ളവരെ നമുക്ക് കുറേ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മളെ തന്നെ മോൾഡ് ചെയ്തെടുക്കുക, നമ്മുടെ സ്കിൽസ് ബിൽഡ് ചെയ്യുക, നമ്മൾ തന്നെ പണിയെടുക്കുക, സെൽഫിൽ നന്നായി പണിയെടുക്കണം. അപ്പോൾ നമ്മുടെ ലൈഫ് കുറേ കൂടി ഈസി ആവും, ബ്യൂട്ടിഫുൾ ആവും. പഠിക്കാൻ തയ്യാറാവുക, ലൈഫിൻ്റെ സ്റ്റുഡൻ്റ് ആവുക, എല്ലാവരുടെ അടുത്തു നിന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാവുക. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സ്വയം വിശ്വസിക്കുക, സ്വയം നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക, നിങ്ങളുടെ കൂടെ ഇരിക്കുക, നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എൻ്റെ ലൈഫിൽ കുറേ സമയം ഞാൻ വെറുതെ പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്ത് ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. എനിക്ക് കഴിവില്ലാഞ്ഞിട്ടോ സാഹചര്യം ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ വളരാതിരുന്നത്. എനിക്ക് ആക്ഷൻ എടുക്കാൻ പേടിയായിരുന്നു, ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞിരിക്കുമായിരുന്നു ഞാൻ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പല സ്ഥലത്തും ഗ്രോ ചെയ്യാതിരുന്നത്. പക്ഷെ ഞാൻ എന്നെ ബ്ലെയിം ചെയ്യുന്നൊന്നുമില്ല, അന്നത്തെ അവയർനെസ്സിൽ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഇന്ന് മനസ്സിലാവുന്നു, നമ്മളെ വിശ്വസിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കുക, ഇഷ്ടമുള്ളൊരു ലൈഫ് ജീവിക്കാനൊരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇന്നത്തെ ദിവസം ഒരുപാട് അഭിമാനത്തോടും സന്തോഷത്തോടൊക്കെയാണ് ഞാൻ എൻഡ് ചെയ്യുന്നത്. 43 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഒരുപാട് മാറ്റങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് കാര്യം അൺലേൺ ചെയ്തു. ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരു നല്ല മനുഷ്യനാവാനുണ്ട്. ഇനിയും ഒരുപാട് എൻ്റെ സെൽഫിൽ പണിയെടുക്കാനുണ്ട്. എന്താണെങ്കിലും ഞാൻ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുവാണ്. എല്ലാവരോടും ഞാൻ പറയാണ്, നിങ്ങളെ സ്നേഹിക്കുക, വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും പൊട്ടൻഷ്യലുണ്ട്, കഴിവുണ്ട്. പുറത്ത് വരട്ടെ അതൊക്കെ. നിങ്ങളങ്ങ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്ന പല കാര്യങ്ങളില്ലേ, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ചെയ്യാം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു ടൈം വരട്ടെ അപ്പോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യമില്ലേ. മനുഷ്യന്മാരെ, നമ്മളൊക്കെ മരിച്ചു പോകും. എന്ന് നമ്മൾ മരിക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഉള്ള സമയം ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങളും നിങ്ങൾക്ക് വളരാനുള്ള അവസരങ്ങളാണ്. സങ്കടപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ വിധിയാണെന്നൊന്നും പറഞ്ഞിരിക്കാതെ, പ്രശ്നം ഫോക്കസ് ചെയ്യാതെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് ഉള്ള കാര്യം വെച്ച് തുടങ്ങുക. ഒരു നാണക്കേടും വിചാരിക്കേണ്ട, ഉള്ളത് വെച്ച് തുടങ്ങുക. ഓരോ ദിവസവും ഒരു 1% ഇമ്പ്രൂവ് ആവാം. എല്ലാം സെറ്റാവും. ഒട്ടും ധൈര്യം ഇല്ലാതെ, ഒട്ടും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ, ഒരു റിസോഴ്സും ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ തന്നെ ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞ് എൻ്റെ ഡ്രീംസിന് വേണ്ടി ഒന്ന് വർക്ക് ചെയ്ത് ഒരുപാട് സമയം കളഞ്ഞ ഒരാളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ തെറ്റുകളൊക്കെ റിയലൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു നല്ല ഹ്യൂമൻ ബീങ് ആവാനും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ 43 ദിവസം കൊണ്ട് ഞാൻ പഠിച്ച കാര്യമാണ്, നമുക്കുള്ളത് വെച്ച് നമ്മൾ തുടങ്ങുക, നമ്മളെ സ്നേഹിക്കുക, നമ്മുടെ കൂടെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരും. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്.
സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സെൽഫിൽ ഗിവ് അപ്പ് ചെയ്യരുത്, നിങ്ങളുടെ ലൈഫിൽ ഗിവ് അപ്പ് ചെയ്യരുത്. ധൈര്യമായിട്ട് ജീവിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, എല്ലാം റെഡിയാകും. ഒന്നും ഒരു കുഴപ്പമില്ല. ലൈഫിൽ എന്ത് വന്നാലും അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. അതൊക്കെ നമ്മൾ കുറേം കൂടെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റും. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കൂടുതൽ പുറത്തെടുക്കാൻ നമ്മളെ സഹായിക്കും. അതൊക്കെയാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയത്. ബ്ലാ 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 കുറേ സംസാരിച്ചു. സോ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എനിക്ക് വേഗം കിടന്ന് ഉറങ്ങണം, ഉറക്കം വരുന്നുണ്ട്, കുറച്ച് ക്ഷീണമൊക്കെ വരുന്നുണ്ട്. സോ ഇന്നത്തെ ദിവസം ഞാൻ എൻഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. I love you all. Thank you so much for your valuable time. It means a lot. And take care. Bye.